ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ. എല്ലായ്പ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നാം ചെയ്യുന്ന ഏതൊരു നന്മ പ്രവൃത്തിയും തിന്മയായാലും അതൊരു വിതയാണ്. ഒരു കർഷകൻ തൻ്റെ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തികൾ. തിരുവചനം പറയുന്നു, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങളോട് ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വിരോധമായി ആയുധങ്ങൾ ആരെങ്കിലും തൊടുത്തു വിട്ടിട്ടുണ്ടോ? വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് തിന്മയാണെങ്കിൽ തിരുവചനം പറയുന്നു, നിങ്ങൾ അവരോട് പകരം തിന്മ ചെയ്യരുത്. എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു നമുക്കൊരു നല്ല മാതൃക തന്നിട്ടാണ് പോയത്. യേശുവിനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന ഉപദേശം തന്നിട്ട് തൻ്റെ ജീവിതത്തിൽ താനത് പ്രായോഗികമാക്കിയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് കടന്നുപോയത്. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്തില്ല. യേശു നന്മയാണ് ചെയ്തത്. യേശുവാണ് എൻ്റെ നന്മ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമുക്കും നന്മ പ്രവർത്തിക്കാം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശത്രുക്കളെ സ്നേഹിക്കാം. തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാം. ദൈവഹിതം അതാണ്. വെളിച്ചമാകാം, ലോകത്തിൻ്റെ വെളിച്ചമാകാം, ഭൂമിയുടെ ഉപ്പാകാം. നമ്മുടെ നല്ല പ്രവൃത്തികളെ മറ്റുള്ളവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതം മുഖാന്തരമാകട്ടെ. നന്മ ചെയ്തുകൊണ്ടിരിക്കാം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.